ഹലോ, വെൽക്കം ബാക്ക് ടു ലേണിനോ. നിങ്ങൾ ബിടെക് പഠിക്കുന്ന കുട്ടികളാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ഏത് സ്കീം ആയിക്കോട്ടെ, ഏത് സെമിസ്റ്റർ ആയിക്കോട്ടെ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, എന്താണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്നുള്ളത് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ പൊതുവെ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികൾ നേരിടുന്ന ഒരു 4 പ്രോബ്ലംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ 4 പ്രോബ്ലത്തിൽ ഏതെങ്കിലും നിങ്ങളുടെ പ്രശ്നമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുക. അപ്പൊ അങ്ങനെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഗുണം എന്ന് ചിന്തിക്കുന്നുണ്ടാവും. നമുക്കറിയാം, ലേണിനോ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനുള്ള ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്ത് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ അതിനുള്ള ഒരു പരിഹാരം കൂടെ നമ്മുടെ കുട്ടികൾക്ക് കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ആ 4 പ്രോബ്ലംസ് ഏതാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് സ്റ്റഡി മെറ്റീരിയൽസ്. അതായത് നമ്മൾ ബിടെക്കിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി നമുക്കൊരു സ്റ്റഡി മെറ്റീരിയൽസ് ഇല്ലാത്തത് കൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് മാർക്ക് ചെയ്യാം. ദെൻ സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് പ്രാക്ടിക്കൽ എക്സ്പോഷർ. നമുക്കറിയാം, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പൊ കുറെ അക്കാഡമിക് നമ്മൾ തിയറി പഠിച്ചു പോയതുകൊണ്ട് മാത്രം നമ്മൾ ഇവിടുന്ന് ക്യാമ്പസിൽ നിന്നും നമ്മൾ നമ്മൾ ഒരു ജോബിന് പോകുന്ന സമയത്ത് നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പോഷർ ഇല്ലാത്തത് കൊണ്ട് മാത്രം ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. തമാശയ്ക്കാണെങ്കിൽ നമ്മൾ പറയും, എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് കുട്ടി, പക്ഷേ ഇപ്പോഴും, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് കുട്ടി, പക്ഷെ ഇപ്പോഴും ഒരു ഫ്യൂസ് പോയാൽ കെട്ടാൻ പോലും അറിയില്ല എന്നൊക്കെ തമാശയ്ക്ക് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാം. അടുത്തത് ലാക്ക് ഓഫ് ഫൗണ്ടേഷൻ. അതായത് നമുക്കറിയാം, ഈ കോവിഡിന്റെ ഒക്കെ സമയത്ത് പലർക്കും കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, അതായത് 10th അല്ലെങ്കിൽ +1 +2 ലെവലിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എഞ്ചിനീയറിംഗിന് വരുമ്പോൾ പ്രത്യേകിച്ച് മാത്സിന്റെ ഒക്കെ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്ത് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാം. ആൻഡ് ഫോർത്ത് വൺ ഈസ് ലാക്ക് ഓഫ് അവയർനെസ് അബൌട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് സാധ്യത എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാതിരിക്കുകയും ഇനി അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസിലേക്ക് എത്താനായിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻ ആണ് എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാതിരിക്കുകയും അതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുക. അപ്പൊ ഇതൊക്കെ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നം എന്താണോ അത് മാർക്ക് ചെയ്യാം. തീർച്ചയായിട്ടും അതിനുള്ള ഒരു സൊല്യൂഷൻ ലേണിനോയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എപ്പോഴും ലേണിനോ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്റെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മുന്നിട്ട് ഇറങ്ങുന്നതാണ്. ഇപ്പോൾ അക്കാഡമിക്കലി നോക്കുകയാണെങ്കിൽ നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആപ്പിൽ കൃത്യമായിട്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മറ്റുള്ള പല സർവീസസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും പല കുട്ടികളിൽ നിന്നും കേട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അത് ഒരുമിച്ച് കുട്ടികളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ ഷെയർ ചെയ്യുക. താങ്ക് യു.